മേപ്പാടി പഞ്ചായത്തിൽ ഇടതുപക്ഷ മെമ്പർമാരുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണെന്ന ആക്ഷേപം ഉയരുന്നു. പഞ്ചായത്ത് ഭരണസമിതി യോഗം കഴിഞ്ഞ ദിവസം ഇടതുമുന്നണി അംഗങ്ങൾ ബഹിഷ്കരിച്ചു. തുരങ്കപാത പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രമേയം പോലും UDF ഭരണസമിതി അവഗണിച്ചു. മേപ്പാടി പഞ്ചായത്തിൽ ഇടതുമുന്നണി അംഗങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച നടപടിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. UDF അംഗങ്ങൾക്ക് 5 ലക്ഷവും അതിനു മുകളിലും ഫണ്ട് അനുവദിച്ച് നൽകുമ്പോൾ 1 ലക്ഷം രൂപയും അതിൽ താഴെയുമാണ് ഇടതുപക്ഷത്തു നിന്നുള്ള വാർഡ് മെമ്പർമാർക്ക് അനുവദിക്കുന്നത്. പുൽവാര ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ജവാൻ VV വസന്തകുമാറിന്റെ സ്മൃതിമണ്ഡപം സ്ഥിതി ചെയ്യുന്ന ചൂരിക്കുനി റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കാൻ പോലും ഫണ്ട് അനുവദിക്കാത്ത അവസ്ഥയാണെന്ന് പഞ്ചായത്ത് അംഗം സഹദ് പറയുന്നു. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2019 ഫെബ്രുവരി മാസം 14-ാം തീയതി നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് രക്തസാക്ഷിയായിട്ടുള്ള ഒരു ജവാനുണ്ട്. അദ്ദേഹം ഞങ്ങളെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലാണ്. വസന്തകുമാർ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു പിന്നോക്ക വിഭാഗത്തിൽ നിന്നും പഠിച്ച് വളർന്ന് ജോലി വാങ്ങി വന്ന ഒരാളാണ്. അദ്ദേഹത്തിന് 8 കൊല്ലത്തോളമായി അദ്ദേഹം മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്തുതി മണ്ഡപം കഴിഞ്ഞ സർക്കാർ ചെയ്തു വെച്ചിരുന്നു. അങ്ങോട്ട് പോകാനുള്ള റോഡ് പോലും ആ റോഡിലേക്ക് പോലും 10 വർഷമായിട്ട് ഫണ്ട് വെക്കാൻ തയ്യാറാവാത്തൊരവസ്ഥയിലേക്കാണ് UDFിൻ്റെ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. വയനാടിന്റെ മാത്രമല്ല കേരളത്തിന്റെ തന്നെ സ്വപ്ന പദ്ധതിയായ തുരങ്കപാത നിർമ്മാണം പുനരാരംഭിക്കണമെന്ന LDF പ്രമേയവും അവഗണിക്കുകയാണ് പഞ്ചായത്ത് സമിതി യോഗത്തിൽ UDF ഭരണസമിതി ചെയ്തത്. കൈരളി ന്യൂസ്, വയനാട്.